നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത് ശനി ശുക്രന്മാരുടെ പരസ്പര ദൃഷ്ടി കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമുക്കെല്ലാവർക്കും ധനം ഉണ്ടാവണം, ആഡംബരം ഉണ്ടാവണം, നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ജാതകത്തിൽ വിശേഷപ്പെട്ട യോഗങ്ങളുണ്ടോ, അതേപോലെ തന്നെ ധനം കുറച്ചധികം വരാൻ അവരുദ്ദേശിക്കുന്നത് ഈ ലോട്ടറി പോലെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ലോട്ടറി ഭാഗ്യം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ലോട്ടറിയും ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല കേട്ടോ. അത്തരം വീഡിയോകളൊന്നും നിങ്ങൾ കണ്ടിട്ട് അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളത് പ്രധാനം. എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ഇത്തരം പ്രധാനപ്പെട്ട വേദിയിൽ പറയാൻ തന്നെ ഇഷ്ടമല്ല. പിന്നെ അത് പറയാതിരിക്കാനും തരമില്ല, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. നമ്മൾ ജാതകത്തിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, പലതരം ബിസിനസ്സുകൾ ഞാൻ ചെയ്തു നോക്കി, കുടുംബത്തിലുള്ള ധനമുണ്ട്, അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്തു, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒക്കെ പരാജയപ്പെടുക. അങ്ങനെ പരാജയത്തിനുള്ള കാരണം അന്വേഷിച്ചിട്ട് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തികം കുടുംബത്തിലുള്ളതാണ്, എനിക്ക് മുൻപ് അറിയാവുന്ന ഫാമിലിയാണ് അവർ. പക്ഷേ ഈ വ്യക്തിയുടെ ജാതകം ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ പല ജാതകം വായിക്കാനൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ കേമായിട്ടാണ് അവരതൊക്കെ ചെയ്തത്. പക്ഷെ അദ്ദേഹം എന്ത് ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യണോ അദ്ദേഹത്തിന് ഇൻകം കിട്ടണില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ ജ്യോത്സ്യരെന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ജാതകത്തിൽ ഈ യോഗമുണ്ട്. ആദ്യം ശ്രദ്ധയിൽ പെട്ടത് അതുതന്നെയാണ്. ശനിയും ശുക്രനും പരസ്പര ദൃഷ്ടിയുണ്ട്. അങ്ങനെയുള്ളൊരു യോഗത്തിന് നമ്മൾ സാധാരണ കേമദ്രുമം എന്ന് പറയും. പക്ഷേ അത് കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണത് ആ യോഗം ശരിക്കും പ്രവർത്തിക്കുക. അതെന്താണെന്നുള്ളത് നമുക്ക് പ്രമാണപുരസ്സരം നോക്കാം. അന്യോന്യദൃഷ്ടോ ശനിദാനവേഢ്യോ നീചാരിപാപഗ്രഹവർഗയാദോ ഏകക്ഷഗോ വായതി രാജവംശേ ജാതോപി കേമദ്രുമയോഗമേതി. രാജവംശത്തിൽ ജനിച്ചാൽ പോലും അത് ആ മോഹം എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചോളാനാ ആചാര്യം പറഞ്ഞിട്ടുള്ളത്. എന്താ അതിൻ്റെ സാരം? അന്യോന്യദൃഷ്ടോ ശനി ദാനവേഢ്യോ. അന്യോന്യ ദൃഷ്ടി ഉണ്ടാവുക ആരൊക്കെ തമ്മിൽ? ശനിയും ദാനവേഢ്യനും തമ്മിൽ. ശനി എന്ന് പറയുമ്പോൾ മന്ദൻ അഥവാ ശനി തന്നെ, ദാനവേഢ്യൻ എന്ന് പറയുമ്പോൾ ശുക്രൻ. എന്നിട്ടോ നീചാരിപാപഗ്രഹവർഗയാദോ, അതായത് നീചസ്ഥിതി ഉണ്ടാവുക, അവർക്ക് നീചം വരിക, ശത്രുക്ഷേത്രം വരിക, പാപക്ഷേത്രം വരിക. ഇതിലൊക്കെ സ്ഥിതി അംശകണ്ടായാലും മതി. അപ്പോൾ പരസ്പരം ദൃഷ്ടി ഉണ്ടാവും വേണം. അത് നീചരാശിയിലോ ശത്രുക്ഷേത്രത്തിലോ അതേപോലെ തന്നെ അങ്ങനെ അംശകിച്ചാലും മതി. പാപക്ഷേത്രത്തിലൊക്കെ നിൽക്കുക, അങ്ങനെ അംശകം ഉണ്ടാവുക. ഏകക്ഷഗോവ യതിരാജവംശേ, അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ രാജവംശത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ കേമദ്രുമ യോഗത്തെ പ്രാപിക്കുന്നതാണ്. കേമദ്രുമം എന്ന് പറഞ്ഞാൽ മഹാമലിന ദുഃഖിത നീചനിസ്വ. മഹാമലിനതയും ദുഃഖിയും നീചനുമായിട്ട് ജീവിക്കണം. അപ്പോൾ കുടുംബത്തിൽ പണം ഉണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് പണം ഇയാൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ പാടെ പരാജയപ്പെടും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആ യോഗത്തെ കണ്ടെത്തി അത് പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതി അതിലില്ല. ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് മാത്രമാണ് അതിൻ്റെ പ്രായശ്ചിത്തം വിധിക്കുക. അപ്പം അങ്ങനെ ആരുടെയെങ്കിലും ജാതകത്തിലുണ്ടെങ്കിൽ ആ യോഗം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് പരിശോധിച്ച് അതിനെന്താണോ പരിഹാരം, ഗുരു ഉപദേശമാവും ചിലപ്പോൾ അതിൻ്റെ പരിഹാരം, ഗുരു ഉപദേശിച്ചതാവും. അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം, വിധിപ്രകാരമുള്ള പ്രായശ്ചിത്തം ഉണ്ട് കേട്ടോ. ഗ്രഹ ദോഷങ്ങൾക്കൊക്കെ വിധിപ്രകാരമുള്ളതായ യോഗങ്ങൾക്കൊക്കെ വിധിപ്രകാരമുള്ള പ്രായശ്ചിത്തം ഉണ്ട്. അത് പ്രതിവിധി എന്നാ പറയുക. വിധിയാണല്ലോ യോഗം. ഈ യോഗങ്ങളൊക്കെ വിധികളാണ്. അത് നമ്മുടെ സ്വകർമ്മഭോക്തം ചായൻ്റെ എന്നാ, സ്വന്തം കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ വിധികളൊക്കെ വരുന്നത്. അപ്പോൾ അത്തരം വിധികൾ എന്താണെന്നുള്ളത് വ്യക്തിയുടെ ജാതകം നോക്കി മനസ്സിലാക്കി ആ ദൈവജ്ഞൻ ഉചിതമായ ഉപദേശം കൊടുക്കണം. പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് കേൾക്കാൻ സുഖമല്ലതല്ലെങ്കിൽ പോലും അപ്പോഴത്തെ ശ്രവണത്തിന് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ പറയില്ലേ, രോഗം മാറാനുള്ള മരുന്ന് കയ്പാ, പക്ഷെ അത് കയ്പാണെന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കാതിരുന്നാൽ അവനവൻ്റെ രോഗം മാറില്ല. അപ്പോൾ കേൾക്കുമ്പോഴത്തെ ചില വ്യക്തികൾക്കേ ഉള്ളൂ, അത് എല്ലാവർക്കും ഇല്ല. അത് ചില കാര്യങ്ങൾ ഇത് നിങ്ങൾ ന്യൂനതയാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അസ്വസ്ഥരാവാറുണ്ട്.
അതിന് ആര് വിചാരിച്ചാലും മാർഗ്ഗമില്ല. കാരണം അവനവൻ്റെ കർമ്മഫലം അറിയുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാവണം. ആവശ്യമുള്ളതേ പറയാവൂ. അനാവശ്യമുള്ള ഒരു വിഷം ആരുടെയും മനസ്സിൽ കുത്തിവെച്ച് അവർ നോവിക്കാനും പാടില്ല. അത് ദൈവത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വരുന്ന വ്യക്തിയുടെ മാനസിക വികാരം മനസ്സിലാക്കി നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദോഷയോഗമുണ്ട്, എന്നാൽ ചില നല്ല യോഗങ്ങളുമുണ്ട്. ഈ നല്ല യോഗങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ ദോഷയോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും തീർന്നു പോകേണ്ടതുണ്ട്. പറ്റുന്നതാണെങ്കിൽ ദൈവജ്ഞൻ തന്നെ അതിനുള്ള പ്രായശ്ചിത്തവും ചെയ്യണം. കാരണം ആ ജാതകം അത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല. ഒരു പൂജാരിയും ആ ജാതകം മനസ്സിലാക്കിയിട്ടാവില്ല പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ദൈവജ്ഞൻ പ്രായശ്ചിത്ത വിധികൾ കൂടി പഠിച്ചവനായിരിക്കണം, ഗ്രഹപൂജ തൽപരനായിരിക്കണം, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിക്ക് അറിവുണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ പാരമ്പര്യമായിട്ട് ജ്യോതിഷവും ഇത്തരം പ്രായശ്ചിത്ത വിധികളും താന്ത്രിക വിധികളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ജാതക നിർദ്ദേശം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ചെന്ന് അവനവൻ്റെ ജാതകം പറഞ്ഞ് നോക്കിച്ച് അതിൽ കാര്യങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ പറഞ്ഞോളാൻ പറയാം. അത് സ്വതന്ത്രമായിട്ട് ആ ദൈവജ്ഞനെ നമ്മൾ വിധി പറയാൻ അനുവദിക്കണം. മനസ്സിലായോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അനുഭവ ഫലങ്ങളാണ്. ഈ യോഗം പ്രവർത്തിക്കും എന്നുള്ളത് സ്വന്തം ഞാൻ പറഞ്ഞല്ലോ, ഒരനുഭവം ഞാൻ പറഞ്ഞല്ലോ, ആ വ്യക്തിയുടെ ജാതകത്തിലുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം അയാൾക്ക് അത്തരം അനുഭവങ്ങളുണ്ട്, അതിനുള്ള പ്രായശ്ചിത്തവും വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം യോഗങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾക്ക് അതൊരു തടസ്സമാവരുത്. നിങ്ങൾ പലതരം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനുള്ള പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഫലം ഉണ്ടാവില്ല. കാരണം എന്താ? ഈ യോഗം ഇവിടെ ഇങ്ങനെ കെടുക്കുക. അപ്പോൾ ആ യോഗത്തെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ജാതകം നോക്കിയാൽ മനസ്സിലാവുന്ന ഗ്രഹനിരയൊക്കെ നോക്കാൻ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രനും ശനിയും പരസ്പരം ദൃഷ്ടിയുണ്ടോ നോക്കുക, അത് പാപക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് നോക്കുക, ശത്രുക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് നോക്കുക. ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു സംശയം തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും യോഗം കാണാൻ വെച്ചാൽ എക്സ്പെർട്ടായിട്ടൊരു ദൈവജ്ഞനെ കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൽഗതി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്കതൊരു ഗുണമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.